പ്രിയപ്പെട്ട സംഘടനാ അംഗങ്ങളെ, 14 ജില്ലയിൽ നിന്നുള്ള സംഘടനയുടെ സംസ്ഥാന ജില്ലാ യൂണിറ്റ് സാരഥികളെ, ദുരന്തമുഖങ്ങളിൽ നിന്നും സേവന തൽപരരായി ഇറങ്ങുന്ന സംഘടനാ അംഗങ്ങളെയും ഭാരവാഹികളെയും നമുക്ക് കാണാൻ കഴിയും. 2018 പ്രളയത്തിലും 2019 പ്രളയത്തിലും 20 ഈ നാടിനെ പിടിച്ചുകുലുക്കിയ കോവിഡ് കാലത്തും സേവന തൽപരരായി ഇറങ്ങി വാഹനങ്ങൾക്ക് പുതുജീവൻ നൽകുകയും കോവിഡ് കാലത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ധൈര്യപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വാഹനങ്ങളും തികച്ചും ഫ്രീയായി സേവനം ചെയ്തു കൊടുത്തുകൊണ്ട് നാടിൻ്റെ സ്പന്ദനം ഉറപ്പാക്കിയിട്ടുള്ള നമ്മൾ 2024 സമാനതകളില്ലാതെ വയനാട് 2 പ്രദേശങ്ങൾ തന്നെ നമ്മുടെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു ഉരുൾപൊട്ടൽ ഒരു ഗ്രാമത്തെ തന്നെ എടുത്തുകൊണ്ടുപോയപ്പോൾ നൂറുകണക്കിന് സംഘടനാ പ്രവർത്തകർ അവിടേക്ക് വന്ന വാഹനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതിനും റിപ്പയറിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സ്പെയർ പാർട്സുകൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവിടെ നടത്തിയ സന്നദ്ധ പ്രവർത്തകരായി വാളണ്ടിയേഴ്സായി അവിടുത്തെ ഓരോ ജീവന്റെ തുടിപ്പുകളും കണ്ടെത്തി അത് ജീവൻ നൽകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ മൃതശരീരങ്ങൾ ഉൾപ്പെടെ സ്വന്തം തൊട്ടടുത്ത ആശുപത്രിയിൽ സ്വന്തം ബന്ധുക്കളെ എന്ന പോലെ അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ബന്ധുക്കൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരുക്കി കൊടുക്കുകയും അതുപോലെ ഓരോ ദിവസവും സന്നദ്ധ പ്രവർത്തകരായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത് മാതൃകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 5 സഹോദരങ്ങളാണ് നമുക്ക് ഈ വൻ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയത്. അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളിലും ഒരു കുഞ്ഞു പോലും അവശേഷിക്കാത്ത രീതിയിൽ നാശം വിതച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ നമ്മുടെ പല സഹോദരങ്ങളുടെയും കുടുംബം അപ്പാടെ തന്നെ ഇല്ലാണ്ടാക്കി പോയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന കാലഘട്ടം പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി ഗവൺമെന്റുകൾ അവരുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അംഗങ്ങൾക്ക് താമസയോഗ്യമായ വാസസ്ഥലങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നതിനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു. അതിനായി AWK പ്രഖ്യാപിച്ചിട്ടുള്ള 15-ാം തീയതിക്ക് മുമ്പ് 1 കോടി രൂപ സമാഹരിച്ചുകൊണ്ട് അവിടെ നമ്മുടെ അംഗങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും അവർക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി നല്ല രീതിയിൽ വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് പദ്ധതിയിൽ അവരവിടെ ഉണ്ടാക്കപ്പെടുന്ന ടൗൺഷിപ്പിൽ നമ്മുടേതായ കൈയൊപ്പ് ചാർത്തിക്കൊണ്ട് ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് AWK എന്ന മഹാപ്രസ്ഥാനത്തിന് കഴിയും. അതിനുവേണ്ടിയുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന പദ്ധതി ഈ വരുന്ന 15-ാം തീയതിക്ക് മുമ്പ് സംസ്ഥാന വ്യാപകമായി സംഘടനാ അംഗങ്ങളെ സമീപിച്ചുകൊണ്ട് 1 കോടി രൂപ സമാഹരിച്ച് അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ ഓട്ടോമൊബൈൽ റിപ്പയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും തൊഴിലുടമകളും അനുബന്ധ മേഖലകളിൽ പണിയെടുക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും സ്പെയർ പാർട്സുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ഈ വലിയ ദൗത്യം വളരെ നിസ്സാരമായി ചെയ്തെടുക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫണ്ടുകൾ യാതൊരുവിധ ദുർവിനിയോഗവും കൂടാതെ കൃത്യമായ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രപ്പോസൽ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ അംഗങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ഈ മഹാദുരന്തത്തിൽ നമ്മളാൽ കഴിയുന്ന കൈത്താങ്ങ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്